രാഹുൽ മാങ്കൂട്ടത്തിൽ മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ നിയമസഭയിലേക്ക് പോകും. എന്തെങ്കിലും പറയാനുണ്ടോ? 18 ദിവസമായി ജയിൽവാസം. എന്തെങ്കിലും പറയാനുണ്ടോ? കുടിക്കാണോ? കൂട്ടത്തിന് ജാമ്യം കിട്ടിയത്. പക്ഷേ ഒന്നാമത്തെ കേസിൽ ഇന്ന് വാദം നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൈക്കോടതിയിൽ. അതുമായി ബന്ധപ്പെട്ട് സർക്കാർ രാഹുൽ ഒരു നിരന്തര കുറ്റവാളിയാണ്. മാധ്യമങ്ങളോട് സംസാരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ല. ജാമ്യം ലഭിച്ചതിന് പിന്നാലെ മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാവേലിക്കര ജയിലിൽ നിന്ന് ഇറങ്ങുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങി മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായില്ല. ഇനി എങ്ങോട്ടേക്കാണ് രാഹുൽ എന്നുള്ളതാണ് അറിയേണ്ടത്. പാലക്കാടേക്ക് പോകുമോ? അവിടെ MLA എന്ന നിലയിൽ സജീവമാകുമോ രാഹുൽ മാങ്കൂട്ടത്തിൽ? അങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ട്. ആദ്യത്തെ പരാതിയിൽ ഹൈക്കോടതിയിൽ വാദം നടന്നിരുന്നു. അതിൽ വലിയ പരാമർശങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് കോടതിയെ അറിയിച്ചിരുന്നു. 1, 2, 3 പരാതികളല്ല, നിരവധി പരാതികൾ ഉണ്ട് രാഹുലിനെതിരെ എന്നുള്ളതാണ് സർക്കാർ പറഞ്ഞത്. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രഘു, മാധ്യമങ്ങളോടൊന്നും സംസാരിക്കാൻ തയ്യാറായില്ല രാഹുൽ. രാഹുൽ പുറത്തേക്ക് ഇറങ്ങിയത് ജാമ്യം ലഭിച്ച്. പക്ഷേ മാധ്യമങ്ങൾ രാഹുലിനെ പലതവണ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറയാതെ രാഹുൽ പതിവ് പോലെ ഫോളോ ചെയ്യാൻ പരിശ്രമിക്കുകയാണെന്ന് എന്തായാലും നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അല്പസമയം മുൻപാണ് ജാമ്യം കിട്ടിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, പാലക്കാട് MLA കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനായത്. മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ ഇന്നാണ് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി രാഹുലിന് ജാമ്യം അനുവദിച്ചത്. അതിന് പിന്നാലെ മാവേലിക്കര സബ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന രാഹുൽ മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായില്ല. അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഇനി രാഹുൽ എങ്ങോട്ടേക്കാണ് പോകുന്നത്? അത് പത്തനംതിട്ട അടൂരിലെ സ്വന്തം വീട്ടിലേക്കാണോ, പാലക്കാടേക്കാണോ, അതോ ഇനി തിരുവനന്തപുരത്തേക്ക് വരികയാണോ? സഭ ചേരുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. എന്തായാലും ഇനി എങ്ങോട്ടേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോവുക എന്നുള്ളതാണ് അറിയേണ്ടത്. മാധ്യമങ്ങളുടെ ഒരു തരത്തിലും സംസാരിക്കാൻ തയ്യാറായില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. പുറത്ത് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ രാഹുൽ ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധം ചെയ്തിരുന്നു. ആ പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കയറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് മാധ്യമങ്ങളിൽ കൂടെ കാണുന്നത്. രാഹുൽ അല്പസമയം മുമ്പാണ് 18 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം രാഹുൽ പുറത്തേക്ക് ഇറങ്ങിയത്. ആ രാഹുൽ പുറത്തേക്ക് ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഈ കോടതിയും ജയിലും അടുത്തടുത്താണ്. ആ കോടതിയുടെ വാതിൽ വെച്ചാണ് യുവമോർച്ച പ്രവർത്തകർ രാഹുലിനെതിരെ പ്രതിഷേധിച്ചത്. ആ പ്രതിഷേധിച്ചവരെ പോലീസ് ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അതായത് യുവമോർച്ച പ്രവർത്തകർ പറയുന്നത് ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ചതേ ഉള്ളൂ, അതിനുവേണ്ടി പക്ഷേ ഇത്തരത്തിൽ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തതിൻ്റെ കാര്യമില്ല. ആ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യുന്നതിനെ യുവമോർച്ച പ്രവർത്തകർ എതിർക്കുകയാണ്. പോലീസും ബലം പ്രയോഗിക്കുന്നുണ്ട്. രാഹുൽ ഇവിടെ നിന്ന് അടൂർ ഭാഗത്തേക്ക്, രാഹുലിൻ്റെ വീട് അതായത് മാവേലിക്കരയിൽ നിന്ന് വലത്തേക്ക് പോകുമ്പോഴാണ് അടൂരിലേക്കുള്ള റോഡിലേക്ക് ചെല്ലുക. ആ വലത്തേക്കാണ് രാഹുലിൻ്റെ വാഹനം പോയിട്ടുള്ളത്. ഒരുപക്ഷെ രാഹുൽ വീട്ടിലേക്കായിരിക്കാം പോയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ട് തന്നെ കഴിഞ്ഞ ഇത്തരത്തിൽ മുൻകൂർ ജാമ്യമൊക്കെ ലഭിച്ച ശേഷം രാഹുൽ ആദ്യം എത്തിയത് വീട്ടിലും പിന്നീട് പാലക്കാട് ഒക്കെ ആയിരുന്നു. എന്തായാലും ഇവിടെ യുവമോർച്ച പ്രവർത്തകരും പോലീസും തമ്മിലുള്ള സംഘർഷത്തിന് അയവില്ല. കുറച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് ജീപ്പിലേക്ക് മാറ്റി കൊണ്ടുപോയിട്ടുണ്ട്. കുറച്ച് പ്രവർത്തകർ യുവമോർച്ച പോലീസിൻ്റെ ബലപ്രയോഗത്തിനിടെ പരിക്കേറ്റ യുവമോർച്ച പ്രവർത്തകരുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പോലീസിൻ്റെ ബലപ്രയോഗത്തിനിടെ ഒരു യുവമോർച്ച പ്രവർത്തകന് പരിക്കേറ്റിട്ടുണ്ട്. 3 യുവമോർച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് ജീപ്പിൽ കൊണ്ടുപോയിട്ടുമുണ്ട്. 18 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത് മാവേലിക്കര പ്രത്യേക ജയിലിലാണ് ഉള്ളത്. രാഹുലിന് ആദ്യമേ സെഷൻസ് കോടതി തിരുവല്ല മുൻസിഫ് കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. തുടർന്നാണ് പത്തനംതിട്ട സെഷൻസ് കോടതിയിലേക്ക് രാഹുൽ ജാമ്യത്തിനായി സമീപിച്ചത്. ആ ജാമ്യമാണ് ഇന്ന് അനുവദിച്ചത്. 11 മണിയോടുകൂടി ജാമ്യ ഉത്തരവിറങ്ങി. ആ ഉത്തരവ് അവിടെ നിന്ന് വാങ്ങി നിലവിൽ തിരുവല്ല മുൻസിഫ് മജിസ്ട്രേറ്റിൻ്റെ കസ്റ്റഡിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. ആ ജാമ്യ ഉത്തരവ് തിരുവല്ല കോടതിയിലെത്തി. അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഒരു 20-25 മിനിറ്റിന് മുൻപാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബന്ധുക്കൾ ഉത്തരവുമായി ഇവിടെ മാവേലിക്കര സബ് ജയിലിലെത്തിയത്.